വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡിക്ക് പോയാലോ നമ്മൾ. അപ്പോൾ ഗെറ്റ് റെഡിക്ക് വേണ്ടി ഞാനൊരു റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്താ നേരത്തെ ഗൈസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തലയാണ് ഗൈസ് എല്ലാത്തിനേക്കാൾ വലുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തലയ്ക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ ചീവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഇത്തിരി ഇപ്പോൾ കുളിച്ചതുകൊണ്ട് ഞാൻ കെട്ടാനും പിന്നാനും ഒന്നും നിൽക്കുന്നില്ല. ഇങ്ങനെ ചുമ്മാ മുടി അയച്ചിടുന്നേ ഉള്ളൂ ഗൈസ്. ഇങ്ങനെ മുടി അയച്ചിടുന്നേ ഉള്ളൂ ഗൈസ്. ഈ ഡ്രസ്സിനല്ലെങ്കിലും പക്ഷെ ഞാൻ മുടി കെട്ടാറാണ്. പക്ഷെ ഞാൻ കുളിച്ചതുകൊണ്ട് മുടി അയച്ചാണ് ഇടുന്നത് ഗൈസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ സെറ്റിംഗ് സ്പ്രേ ആണ് ഗൈസ്. ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് മസ്കാരോ ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ മസ്കാരോ ഉപയോഗിക്കാറില്ല. ബട്ട് ഇതിൽ പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ മസ്കാരോ തന്നെ ഉപയോഗിക്കും ഗൈസ്. കാരണം ഐലൈനറിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം മസ്കാരോയോടാണ്. പിന്നെ എൻ്റെ വരണ്ട ചുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ലിപ് ബാം ഇത് കഴിഞ്ഞാണ് നമ്മുടെ ഡാസ്ലറുടെ ലിപ്സ്റ്റിക് ഐറ്റമാണ് കേട്ടോ. ഡാസ്ലർ ഗൈസ്. അപ്പോൾ നമ്മളിത് ഗെറ്റ് റെഡി ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ ഗെറ്റ് റെഡിക്ക് പോകും. ഏത് ഗെറ്റ് റെഡിക്കാണല്ലേ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പള്ളിയിലേക്കാണ് ഗൈസ് പോകുന്നത്. പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഏത് പള്ളി പോവുകയാണെങ്കിലും നെറ്റ് ഇടും. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർ നെറ്റ് ഇടും. നമുക്ക് പോയി നെറ്റ് എടുക്കാം ഗൈസ്. ദെൻ ഗൈസ് ഈ ഡ്രസ്സിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നെറ്റാണ് ഗൈസ്. ഞാനിങ്ങനെ കെട്ടി വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഗൈസ്, ഇനിയിപ്പോൾ വലിയ ഓക്കെ ഇതാ ഗൈസ് ഇങ്ങനെയാണ്. ഓക്കെ അപ്പോൾ ഞങ്ങളിതാ ഗൈസ് ഗെറ്റ് റെഡിയൊക്കെ ആയി. ഗോയിങ് ടു ചർച്ചിലേക്ക് പോയിട്ട് വരാം. അപ്പം ബൈ.